പാമ്പക്കിളിയൊക്കെ ഇന്ന് യാത്ര തുടരുകയാണ്. ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ? ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. അതായത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശരി, പോകുന്നതിന് മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. തിരിച്ച് അമ്മക്കിളി പറയത്തില്ല, നിങ്ങളെല്ലാവരും കൂട്ടുകൂടണം. ഭയങ്കര മഴയും പെട്ടെന്ന് അങ്ങോട്ട് മൂടൽമഞ്ഞ് വരുന്നു, അങ്ങനെ കാലാവസ്ഥ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാലേ മനസ്സിലാകും. ഇത് നമുക്ക് എങ്ങനെ ഇത് വർണ്ണിക്കാൻ വാക്കുകളില്ല. കണ്ടോ, ഐസുമലകൾക്കിടയിൽ കൂടി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അടുത്ത് നമ്മൾ എവിടേക്കാണെന്ന് പോകുന്നത് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്നോട് ആരോ കമൻറ്റിൽ ചോദിച്ചിരുന്നത് എവിടെയാണ് സ്ഥലം. ഞാൻ അതിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനഡയിലെ ആൽബർട്ടയിലെ ബാൻഫ് എന്ന് പറയുന്ന സ്ഥലമാണ്. ബാൻഫിലിരുന്ന് ഇപ്പോൾ ജാസ്പറിലോട്ട് വരുന്ന സ്ഥലത്തുള്ള ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഈ സ്ഥലം വന്ന് ലേക്ക് ലൂയിസ് എന്ന് പറയുന്നതിന്. ഇത് ബ്ലൂ ഗ്രീൻ പീക്കോ കളറിലാണ് ഈ വെള്ളം എപ്പോഴും കാണപ്പെടുന്നത്. എന്തുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ആകുന്നു എന്നുള്ളതിന് അതിൻ്റെ അവരവിടെ പറയുന്ന കാരണങ്ങൾ, ഈ ഐസ് മലയിൽ നിന്ന് ഐസ് ഉരുകി ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് പാറകളും ഐസ് കട്ടികളും ഉരുകി പൊടിഞ്ഞ് നേരെ വന്ന് ഈ ലേക്കിൽ പതിക്കുമ്പം സൂര്യപ്രകാശം അടിക്കുമ്പം ആ സൂര്യരശ്മികൾ അതിലേക്ക് പോയി പതിക്കുമ്പോഴാണ് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കളർ കാണിക്കുന്നത്. ഈ ലേക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട് കേട്ടോ, ഭയങ്കര കളറായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ചെറിയ മഴയുണ്ട്. വൈകുന്നേരം 8:30 ശേഷമാണ് ഈ കാണുന്നത് ഇപ്പം നിങ്ങൾ. അപ്പോൾ അതിന് കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. നല്ല സൂര്യപ്രകാശം വരുമ്പോഴാണ് ഭയങ്കര കളറായിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം എപ്പോഴും ഈ ഏപ്രിൽ ടു ഒക്ടോബർ വരയ്ക്കും ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങനെ ഐസാകും. അന്നേരം നമുക്ക് നടന്ന് ഇതിനകത്തുകൂടെ പോകാൻ പറ്റും. നടന്നു പോയി അതിൻ്റെ നടുവിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ലേക്ക് ലൂയിസിൽ നിന്ന് ഞങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ നമ്മളാരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ലേക്ക് ലൂയിസിൽ നിന്ന് പീറ്റോ ലേക്കിലേക്ക് 3/4 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് പീറ്റോ ലേക്ക്. ആ മൗണ്ടനെ പറ്റി റിസർച്ച് ചെയ്ത ഒരാളാണ് ബിൽ പീറ്റോ എന്ന് പറയുന്ന ഒരാളാണ്. ആ പുള്ളിയുടെ പേരാണ് ഈ ലേക്കിന് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലേക്കിന് പീറ്റോ ലേക്ക് എന്ന് പേര് വന്നത്. ഏറ്റവും അധികം ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തോട്ടാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ബ്ലൂ. ഇപ്പം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ലേക്കിലേക്കാണ് എത്താൻ പോകുന്നത്. ഈ ലേക്കിൻ്റെ വടക്കു ഭാഗം കണ്ടാൽ ചെന്നായുടെ തല പോലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം. ഈ കളർ കണ്ടോ, ഇത് ഇനി ഓരോ സമയത്തും കളർ മാറി മാറി വരും. ഈ മലകളിൽ നിന്നൊക്കെ ഈ ഐസ് ഇങ്ങനെ ഉരുകി വന്ന് ഈ ലേക്കിൽ പതിച്ചിട്ട് അതിനകത്തിരുന്ന കല്ലുകളും ഐസ് കട്ടികളും ഒക്കെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ റിഫ്ലക്റ്റ് ആകുന്നതാണ് ഈ കളർ നമുക്ക് ചേഞ്ചായി കാണുന്നത്. എത്രായിരം അടി ഉയരത്തിൽ നിന്നാണ് ഞങ്ങളിത് കാണുന്നതെന്ന് അറിയാമോ? ഇതൊന്നും നമുക്ക് താഴോട്ടാണ് നോക്കേണ്ടത്. നമ്മൾ ഒത്തിരി മലമുകളിലാണ് നിൽക്കുന്നത്. ഇത് താഴ്വാരത്തിലുള്ള സംഭവമാണ് ഇത് കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇതിന്? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി അവിടുന്ന് ഞങ്ങൾ അടുത്ത ഒരു യാത്ര തുടങ്ങുവാണ്. അതെവിടേക്കാണെന്ന് അറിയണ്ടേ? ഇതേപോലെ മലകളും കാടുകളും എല്ലാം കടന്ന് ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട്, പ്രകൃതി ഭംഗിയെ കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ നമുക്ക് ഓരോ മൗണ്ടൻസ് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അല്ലാതെ ഒന്ന് കണ്ട് ശരി അടുത്ത മൗണ്ടൻ അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വിടാൻ പറ്റില്ല. അടുത്തത് കാണുമ്പോൾ വേറൊരു പ്രത്യേകത. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കണ്ട് ഇങ്ങനെ വരുന്ന അടുത്ത് നിറയെ ഫോൾസുകൾ, ഈ ഐസുകൾ ഉരുകി ഇങ്ങനെ മലകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത്, ഇതെല്ലാം കണ്ടാണ് എല്ലാം കണ്ട് അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാലും വലിയൊരു ലേക്ക് നമ്മൾ കാണും. അതിലൊക്കെ വെള്ളം എല്ലാം ബ്ലൂ കളറായിട്ടാണ്, ബ്ലൂ ഗ്രീൻ ആയിട്ടാണ് കാണുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ഐസ് മലകളിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളമാണ്. വെള്ളവും പിന്നെ ഐസ് കട്ടകളും പാറപ്പൊടികളും എല്ലാം ചേർന്നാണ് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിൽ നമുക്ക് കളർ ചേഞ്ചിങ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന വഴിക്കെല്ലാം ഓരോ ലേക്കുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അതിലെല്ലാം കളർ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എല്ലാത്തിനും ഓരോ സമയത്തിനനുസരിച്ച് ഇത് മാറും. നേരം വെളുത്തുടനെയൊക്കെ പോയാൽ ചിലപ്പോൾ കളർ കുറച്ച് കുറവായിരിക്കും. കാര്യം സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ നമുക്ക് നല്ല കളർ കിട്ടുന്നത്. നല്ല ബ്ലൂ കളറാകും, ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും, അങ്ങനെ രണ്ടും മിക്സിങ് ആയിരിക്കും. അങ്ങനെ ഓരോ കളർ കാണും. ഈ ഐസ്മലകൾ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. എങ്കിലും എനിക്ക് എപ്പോഴും അത് ഓരോന്നും കാണുമ്പോഴും അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ നമുക്ക് തോന്നുവാണ്. ഇപ്പോൾ ഈ ലേക്ക് കണ്ട വെള്ളം കണ്ട ബ്ലൂ കളറിലാണ് കാണുന്നത്. അങ്ങനെ എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ.
തിരിച്ച് അടുത്ത യാത്ര തുടങ്ങുവാണ്. അത് എവിടേക്കാണെന്നറിയാമോ? അടുത്ത് അതേമാതിരി തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക്. ഈ ലേക്കിൻ്റെ പേര് എമറാൾഡ് ലേക്ക്. ഈ ലേക്കും അതേമാതിരി നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നാണ്. അല്ലാതെ നമുക്ക് തൊട്ട് നോക്കാൻ വയ്യാഴി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അടുത്ത് പോയി നിന്ന് കാണാം. ബ്ലൂ ഗ്രീന് എല്ലാം ഓൺ കളറാണ്. പിന്നെ ഓരോ സമയത്ത് നമുക്ക് ഈ ഐസ് മലകളുടെ റിഫ്ലക്ഷൻ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് കണ്ടോ. ഇതാണ് എമറാൾഡ് ലേക്ക്. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ. അല്ലാതെ ഒരു ഇതിനും ഒരേപോലെ അല്ല. ഓരോ ലേക്കും ഓരോന്നും വ്യത്യസ്തമാണ്. ഇത് കണ്ടോ, ആ മലകളുടെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നത് കണ്ടോ. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ എപ്പോഴും അത് കാണാൻ പറ്റില്ല. നമുക്ക് ഓരോ പ്രാവശ്യം ഓരോരോ എക്സ്പീരിയൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലത്തിൻ്റെ ഓരോ പ്രത്യേകതകളും കണ്ട് ഓരോരോ ലേക്ക് ഇത് നമുക്ക് വെള്ളത്തിൽ ടച്ച് ചെയ്യുക അതൊന്നും കുഴപ്പമില്ല. നല്ല ഐസ് മാതിരി ഇരിക്കും. പക്ഷേ സമ്മറിൽ പോയാൽ പോലും ഐസ് പോലെയാണ് ഇരിക്കുന്നത്. അടുത്ത നമ്മുടെ യാത്ര തുടങ്ങുവാണ്. അവിടുന്ന് ഞങ്ങൾ കണ്ടിട്ട് ഇനി എവിടേക്കാന്ന് പോകുന്നുണ്ട്. എല്ലാം നമ്മൾ ഈ ഐസ് മലകൾ കണ്ടാണ് പോകുന്നത്. എല്ലാം മൗണ്ടൻസ് ആണ് കേട്ടോ. അല്ലാതെ മൗണ്ടൻസ് ഇല്ലാത്ത ഒരു ഇത് നമ്മൾ കാണുന്നത്. അത് പല സൗന്ദര്യമാണ് ഓരോന്നിനും. മലകൾ ഇങ്ങനെ കണ്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് അടിക്കുന്ന പോലെയാണ് അടുത്തൊരു രംഗം കണ്ടത്. അത് വലിയ പാറകൾ കിലോമീറ്ററുകളോളം വെട്ടിമുറിച്ച് റോഡാക്കിയിരിക്കുന്നു. അതോ എൻ്റെ കർത്താവ്, അതും ഒരു റോഡൊന്നും അല്ല. അതങ്ങനെ 4-5 വരി പാതയായിട്ട് വലിയ റോഡ്. എന്തോരം മലകളാണ് വെട്ടിമുറിച്ച് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമോ? ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരുമാതിരി പേടി. നമ്മളേതോ ഒരു അക്കരെ ഒരു ദൂര സ്ഥലത്തുനിന്ന് ഒരു പാലത്തിൽ വരുന്ന പോലാണ് ഈ റോഡിൽ കൂടെ നമുക്ക് വരുമ്പം ഫീൽ ആകുന്നത് കേട്ടോ. ഭയങ്കര വലിയ മല വെട്ടിമുറിച്ചാണ് ഇങ്ങനെ റോഡായിട്ട് പുതിയൊരു രീതിയിൽ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു അത് കാണാൻ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കിന്നോട് കുറച്ചുകൂടെ പണികൾ നടന്നപ്പം അത് ഭയങ്കര ഇതായി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളെപ്പോഴും ഫ്ലാസ്കിൽ കട്ടനും ഒരു ഫ്ലാസ്കിൽ ചായ ഇടും. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ യാത്ര തുടങ്ങുവാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഉടനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. ഇനി അടുത്തടുത്ത നല്ല സ്ഥലങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. വീക്ഷിച്ചിരിക്കണം കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി.